ഹലോ ഗൈസ്, ഫ്രണ്ട് ക്യാമറയിൽ ചീസും കാട്ടി ഒരു വീഡിയോ എടുക്കാൻ നോക്കിയതാ. ഹെൽമെറ്റ് ഇപ്പൊ എന്നെ കാറ്റിന്റെ വഴിക്ക് വേണം. ഇപ്പൊ ഞങ്ങൾ പോയിട്ടിരിക്കുന്നത് ചേട്ടനെ മുടി വെട്ടാനാട്ടോ. അത് കഴിഞ്ഞ് സിനിമയ്ക്കും കാരണം ഇപ്പൊ ചെറുതായിട്ട് മഴ പെയ്യണ കാരണം എന്റെ ബനിയ മൊത്തം ഡിസൈൻ ഈ മഴയ്ക്ക് പ്രാന്ത് പിടിച്ച പോലെ ആർന്നിട്ടാ. ഇടക്കിടക്ക് കൂടുക ഇടക്കിടക്ക് കുറയാതെ പോലെ അവസ്ഥ. അതുകൊണ്ട് തന്നെ 2-3 സ്ഥലത്ത് കയറി നിന്നിട്ടാണ് കടയിൽ എത്തിയത്. ഇത് ഞങ്ങളുടെ കൂട്ടുകാരൻ പുതിയതായിട്ട് തുടങ്ങിയാണ് മുടി വെട്ടുകടയാണ്. ഇരിഞ്ഞാലക്കോട്ടുള്ള വെള്ളാനിക്കാരന്റെ ഓപ്പോസിറ്റ് പോയാലാണ് അവന്റെ കട. ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ കൂട്ടുകാരന് ഈ കടയിലെ മുതലാളി. ക്യാമറയിൽ മുഖം കാണിക്കാന്നാണ് കാരണം ഇപ്പൊ തിരിഞ്ഞൊക്കെ ആള് നിൽക്കുന്നത്. ഇവിടെ ഇപ്പൊ കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ പോയി ചെയറിലിരുന്ന് കണ്ണാടി നോക്കി മുഖം നോക്കലാണ് എന്റെ പരിപാടി. അങ്ങനെ ചേട്ടൻ പറഞ്ഞ സ്റ്റൈലിൽ എന്നെ മുടുക്കനാക്കി വെട്ടി കൊടുത്തിട്ടാ. പിന്നെ നഞ്ഞ ഡ്രസ്സ് വെച്ച് ഞങ്ങൾ നേരെ സിനിമയ്ക്കും പോയി. തണുത്തിട്ടാണെങ്കിൽ എന്റെ ഉള്ളിൽ ഇരിക്കാനും പറ്റണേ. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായില്ലോ എന്നുള്ളത് കമന്റിൽ ഇട്ടോളൂ. ഇവനിപ്പൊ തന്നെ മുടി വെട്ടണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് വരുത്തി ഇപ്പൊ വീടിന്റെ അടുത്തുള്ള കടയ്ക്ക് വന്നൊക്കെ കേട്ടോ. ഇവിടെ എത്തിയത് മുടി വെട്ടാൻ കൊടുക്കത്തെ തിരക്കാരണം ടിവിയിൽ IPL ഒക്കെ കണ്ടാൽ എങ്ങനെ ഇരിക്കുന്നു. അതിന്റെ ഇടയിൽ കൂട്ടുകാരന്മാരെ വിളിച്ചിട്ട് പറയാം ഇന്ന് ടർഫ് ബുക്ക് ചെയ്തിട്ട് നീ എന്തായാലും വന്നു പോകുന്നു. പിന്നൊന്നും നോക്കില്ല, അവനവിടെ ഒറ്റയ്ക്ക് ഇരുത്തി ഞങ്ങൾ അങ്ങോട്ട് പോകും. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ മഴയത്തും വിട്ടു. എന്തായാലും ഇന്ന് മഴയത്തെ കളി. പിന്നെ നനഞ്ഞു കുളിച്ചിട്ട് അവിടെ എത്തി തന്നെ. ഞങ്ങൾ വരാനായിട്ട് മുമ്പ് അവന്മാര് കളി തുടങ്ങിയിട്ടാ. പിന്നൊന്നും നോക്കില്ല, ഷോറൂമിൽ പോയി ബൂട്ടും ചെയ്ത് നേരെ ഇറങ്ങിയത് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും കറണ്ടും പോയി. ഇവന്മാരാണെങ്കിൽ ഞങ്ങളെയും കുറ്റപ്പെടുത്തിട്ടിരിക്കുന്നു. അത് കാരണം പിന്നെ ആളെയും വിളിച്ച് വരുത്തി ജനറേറ്റർ അടിച്ചിട്ട് കളി തുടങ്ങിയത്. മഴ പെയ്ത് ടർഫിൽ വെള്ളം കെട്ടിക്കണ കാരണം ഇങ്ങനെ കുഴി കളിക്കാൻ ഭയങ്കര രസം. അങ്ങനെ ഇന്നത്തെ കളിയിൽ ഞങ്ങളുടെ ടീം അന്തസ്സായിട്ട് നല്ല സ്കോർ തന്നെ പൊട്ടിയിട്ടുണ്ട്. ഇത്ര നേരം മഴയത്ത് കളിച്ചിട്ടേ ഇവനൊട്ടും മഴ പെയ്തിട്ട് നനയാത്ത കാരണം കൊണ്ടാകുന്നുണ്ട് എവിടുന്ന് അങ്ങോട്ടൊക്കെ വയലും വെട്ടി ഇപ്പൊ ബൈക്കിന്റെ ബാക്കിലൊക്കെ വെച്ച് വീട്ടിൽ പോണത്. എന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും. അപ്പൊ ബൈ.